ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഭയം വരുന്നുണ്ടെങ്കിൽ അഥവാ മടി വരുന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ പരിധികളുടെ ഉള്ളിലാണ്. ലക്ഷ്യം അൺലിമിറ്റഡ് ആണെങ്കിൽ, ചിന്തകൾ അൺലിമിറ്റഡ് ആണെങ്കിൽ സ്വാഭാവികമായി ക്ഷീണം നമുക്ക് എന്തെന്ന് പോലും അറിയാതെയാവും. അക്ഷീണൻ അല്ലെങ്കിൽ അക്ഷീണ എന്ന മനോഹരമായ ശബ്ദം കൊണ്ട് നിങ്ങളെ വിശേഷിപ്പിക്കാൻ വിധം നിങ്ങൾ രാവും പകലും അധ്വാനിക്കാൻ തയ്യാറാവും. ഞാൻ ഓർത്തു പോവും എലോൺ മസ്ക്, നിങ്ങൾ ഒരാഴ്ചയിൽ 100 മണിക്കൂർ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞത്. അതായത് ഒരു ദിവസം 14-15 മണിക്കൂർ നിങ്ങൾ പ്രവർത്തിക്കാൻ കണ്ടെത്തുകയാണെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 100 മണിക്കൂർ പ്രവർത്തിക്കാം. എന്നുവെച്ചാൽ അർത്ഥം 100 മണിക്കൂർ പ്രവർത്തിക്കണമെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യമായിരിക്കണം. വർക്കൊരു വർഷിപ്പാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല. വർക്കൊരു വാർഷിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും 8 മണിക്കൂർ തികയ്ക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇനി ഇതിനേക്കാൾ മേലെ ആർക്കാ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ചോദിച്ചു പോകും. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമ്മുടെ ഉള്ളിനുള്ളിൽ നിന്ന് എനിക്ക് ആ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് പിന്നെയും ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് എന്തെന്ന് ആദ്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ചെയ്യുന്ന കാര്യം നിരന്തരമായി ചെയ്യുന്നതിലൂടെ മാത്രമേ അൺലിമിറ്റഡ് എന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ. കുറച്ച് നാൾ ചെയ്തതുകൊണ്ട് 20 ദിവസം ചെയ്തു, 21 ദിവസം ചെയ്തു, തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാബിറ്റിൽ ഒരു സംസ്കാരത്തിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ 21 ദിവസം കൊണ്ട് 40 ദിവസം കൊണ്ട് പറ്റും. നിരന്തരമായിട്ട് 21 ദിവസം കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്തു നോക്ക്. 22ാമത്തെ ദിവസം ആ കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു കാലിയായ പോലെ വല്ലാത്തൊരു അസംതൃപ്തി, അത് പറ്റില്ല, എനിക്ക് അതുപോലെ തന്നെ വേണം, അതെന്ത് സുഖമായിരുന്നു എന്നൊക്കെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ അട്രാക്റ്റ് ചെയ്യും. യാതൊരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാംസ് 21 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ ആ 21 ദിവസം കഴിഞ്ഞ ശേഷം 22ാമത്തെ ദിവസം നമ്മൾ അവരെ ലീവ് ചെയ്ത് അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു റെഗുലർ ചെയ്തതിൻ്റെ സുഖം കാരണം എനിക്കിത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്ന ആഗ്രഹം പലരുള്ളിൽ വരും. അത് ശക്തമായിട്ട് പറയും, ഈ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കാറും പറയാറും ഒക്കെ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരുപാടുണ്ട് അത്. അതുകൊണ്ട് 21 ദിവസം നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റിയുടെ പ്രഭാവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഒരു 50% ചേഞ്ച് നമ്മളുള്ളിൽ കൊണ്ടുവരാൻ പറ്റും. ഉറക്കത്തിന് വിളിച്ചുണർത്തിയിട്ട് ആ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതേപോലെ പോയിട്ട് നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായാലാണ് അതിൽ നിങ്ങൾ അൺലിമിറ്റഡ് ആവുന്നത്. അങ്ങനെ അൺലിമിറ്റഡ് ആയിരിക്കുന്ന രീതിയിൽ ഏത് കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിച്ചാലും ഏത് കാര്യം സ്വന്തമാക്കിയാലും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സക്സസ്സും അൺലിമിറ്റഡ് ആയിരിക്കും. എപ്പോഴാണോ നമ്മൾ ലിമിറ്റഡ് ടൈം കണക്കാക്കുന്നത്, 8 മണിക്കൂർ മാത്രമേ എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങളെ എനിക്കൊരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ സമയത്തിനെ നമ്മുടെ പരിധിയെ നമ്മൾ നിശ്ചയിക്കുന്നത്, അവിടെ നമ്മൾ സ്വന്തം സങ്കല്പങ്ങൾ കൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. മറ്റാരൊക്കെ തന്നെ നിങ്ങൾ എത്ര മോട്ടിവേറ്റ് ചെയ്താലും നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിൽ നിന്ന് ആ ലിമിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ പറയുന്ന ആൾക്ക് പറയാം, പോവാം, കേൾക്കും. ഈ ചെവി കൂടെ പോകുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇതിലൂടെ പോകുമ്പോൾ കുറച്ച് ഇവിടേക്കെങ്കിലും കയറും. പക്ഷേ അതല്ലെങ്കിൽ ഈ ചെവിയിൽ കേട്ട് അവിടെ തന്നെ അങ്ങ് പോയേക്കും. അതുകൊണ്ട് എൻ്റെ പരിധിയെ ഞാൻ പൊട്ടിക്കാൻ തയ്യാറാവണം. ജീവിതത്തിൽ വിജയം നേടിയ ആരും തന്നെ വളരെ സുഖകരമായ രീതിയിൽ കംഫർട്ട് സോണിൽ സ്വസ്ഥമായിരുന്ന് 8 മണിക്കൂർ ജോലി ചെയ്തു, വീട്ടിൽ വന്നു, ആഹാരം കഴിച്ചു, TV കണ്ടു, റിലാക്സ് ചെയ്തു, കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. നമ്മുടെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കപ്പ് ചായ, ന്യൂസ് പേപ്പർ, റിലാക്സ് ചെയ്തിരിക്കുന്നു, 9 മണിയാകുമ്പോഴേക്കും കുളിച്ച് റെഡിയായി നമ്മൾ പോകുന്നു. അങ്ങനെ നിങ്ങളൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ലിമിറ്റഡ് സക്സസ്സിലേക്ക് നമുക്ക് വരാം. ഒരു സ്ലോ ലൈനിൽ പതുക്കെ ജീവിതത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിഞ്ഞേക്കും. അതല്ല നിങ്ങൾക്ക് വേണ്ടത് വളരെ വലിയ ഉയരങ്ങളാണ് എങ്കിൽ, ഹൈറ്റ്സ് ആണെങ്കിൽ എല്ലാ കംഫർട്ട് സോണിനെയും ബ്രേക്ക് ചെയ്തേ പറ്റൂ, എല്ലാ പരിധികളെയും പൊട്ടിച്ചേ പറ്റൂ. പരിധികൾക്കുപരിയായിട്ട് രാവിലെ മുതൽ രാത്രി വരെ ചെയ്താലും, ഇനി 12 മണിയല്ല 1 മണിയാവാനായിട്ട് എൻ്റെ ഇന്നത്തെ വർക്ക് തീർക്കേണ്ടി വന്നൊരു ദിവസം വന്നാലും ക്ഷീണിക്കാതെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടാം. എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ ഓർത്ത് നോക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സെൻറ്ററിനെ ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യണമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തും ഉണ്ടാക്കിയും ഒക്കെയാണ് ഞങ്ങൾ ചെയ്തത്. വിത്തിൻ 3 days നമ്മുടെ സോണൽ ഇൻചാർജ് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമായിരുന്നു. ആ സമയത്ത് 3 ദിവസം ഒരു 1/4 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയിട്ട് 3 ദിവസം ഡേ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു ദിവസം സ്വസ്ഥമായി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ 3 ദിവസത്തിൽ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ബാക്കി 3 ദിവസം പണിയെടുത്തിട്ടും
ക്ഷീണിച്ചില്ല, മടുപ്പ് വന്നില്ല. ആ ലാസ്റ്റ് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി സോണൽ ഇൻചാർജ് വരുമ്പോൾ ആ ഫിറ്റിങ്ങിൻ്റെ അവസാനം കഴിഞ്ഞ് ഓടിപ്പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ട് അതേ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് അവരെ സ്വീകരിക്കാനും അവരെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒപ്പത്തിനൊപ്പം തന്നെ അവരെ സന്തോഷിച്ച് ആഹാരം കഴിക്കാനും പിറ്റേ ദിവസം രാവിലെ അവരവിടുന്ന് പോയ ശേഷമാണ് ഒരു റിലാക്സ്ഡ് ആയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. 3 ദിവസം എവിടുന്ന എനർജി കിട്ടിയത്? അത് എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലെ ഇൻട്രസ്റ്റ്. അപ്പോൾ എപ്പോഴാണോ എൻ്റെ പൂർണ്ണമായിരിക്കുന്ന താല്പര്യം ഒരു കാര്യത്തിൽ ഉണ്ടാവുന്നത്, ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ 14 മണിക്കൂറല്ല 18 മണിക്കൂർ പ്രവർത്തിക്കേണ്ടി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് സന്തോഷമായിട്ടേ തോന്നും. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു അനുഭവമുണ്ട്. ദാദി പ്രകാശ്മണി ദാദി ബാബ ഒന്നിച്ചുള്ള സമയത്ത് ദാദി എവിടെയോ ഒരു വലിയ ഫെയർ കഴിഞ്ഞ ശേഷം, ഒരു ഫെയർ എന്ന് വെച്ചാൽ ഒരു എക്സിബിഷൻ, എല്ലാ പ്രോഗ്രാംസ് ഉള്ള സമയം, അങ്ങനെ 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡേ നൈറ്റ് സേവ കഴിഞ്ഞ് മൗണ്ട് അബുവിൽ തിരിച്ചെത്തി ബാബയുടെ അടുത്ത്. ബാബയോട് ഓം ശാന്തിയൊക്കെ പറഞ്ഞ് സന്തോഷമായി സർവീസ് റിപ്പോർട്ടൊക്കെ കൊടുത്ത ശേഷം ദാദി റൂമിൽ പോയി കുളിക്കാൻ വേണ്ടി പോയി. ഡ്രസ്സൊക്കെ നനച്ചു വെച്ചു കഴുകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദാദി കുളിച്ച ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പൂനെയിൽ ഇതുപോലെ വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു എക്സ്പേർട്ടായിരിക്കുന്ന, ആ കാര്യത്തിൽ ഒരു എഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സേവാധാരിനെ വേണം എന്ന് ഒരാൾ അന്ന് ബാബയെ കാണാൻ വന്ന് പൂനെയിൽ നിന്ന് വന്നൊരു ഭായി പറയുകയാണ്. വണ്ടിയും ഉണ്ട്, അവരെ കൂടെ പോവുകയാണെങ്കിൽ എളുപ്പത്തിലെത്താം. ബാബ ഉടനെ പ്രകാശ്മണി ദാദിയെ വിളിച്ചു. ദാദിയോട് ചോദിച്ചു, കുട്ടി എന്താ എടുക്കുന്നത് അവിടെയും ചോദിച്ചു. ഒരാളെ പറഞ്ഞു അയച്ചു. ആഹാരം കഴിക്കണം ബാബ, 2 minutes എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരം കഴിച്ചു. ബാബ അടുത്ത് ഓടിയെത്തി. ബാബ പറഞ്ഞു, മോളെ പൂനെയിൽ ഇങ്ങനൊരു സേവ വരികയാണ്, അവിടേക്കൊരു സേവാധാരി, അവിടെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ, അവിടെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ വേണം. ഈ ബായിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഈ വണ്ടിയിൽ പോവുക, സ്വസ്ഥമായിട്ട് കുട്ടിക്ക് അവിടെ എത്തുകയും ചെയ്യാം. മാളയ്ക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, കുട്ടി ബാഗ് എടുത്തവരെ കൂടെ പോയിക്കോളൂ എന്ന്. തുണീനെയൊക്കെ നനച്ചു വെച്ചിരിക്കുകയാണ് ബക്കറ്റിൽ, വാഷ് ചെയ്തിട്ട് കൂടിയില്ല. ദാദി ആ തുണികളെയൊക്കെ ഒന്ന് പിഴിഞ്ഞു ഒരു കവറിലിട്ട് എടുത്തു. ആ കവറും കൊണ്ട് നേരെ ബായിൻ്റെ കൂടെ വന്നു, വണ്ടിയിൽ കയറി പൂനെയിൽ ചെന്നു. അവിടെ കഴുകി വാഷ് ചെയ്തിട്ട് ഉണക്കി. ഒരാഴ്ചയോളം ഡേ നൈറ്റ് സേവ കഴിഞ്ഞ് ക്ഷീണിച്ച്, സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സ് നോക്കിയാൽ പൊടിയും എല്ലാതുമായി എക്സിബിഷൻസ് എല്ലാം കഴിഞ്ഞ് വന്ന് കയറിയിട്ട് കുളിച്ച് ആഹാരം കഴിച്ചിട്ടേ ഉള്ളൂ, ഒന്നും കിടന്നിട്ടില്ല. അതിനു മുന്നേ ബാബ ദാ അടുത്ത സേവയ്ക്ക് വേണ്ടി പറയുന്നു, ജി ബാബ. കാരണം ലക്ഷ്യം ബാബ നമുക്ക് വലുതാണ് തന്നിരിക്കുന്നത്. ഈ വിശ്വത്തിൽ സുഖശാന്തിയുടെ സാമ്രാജ്യം സ്ഥാപിക്കുക. ഒരു മനുഷ്യൻ്റെ സാമ്രാജ്യമല്ല, മറ്റൊന്നിൻ്റെയും സാമ്രാജ്യമല്ല, സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സാമ്രാജ്യം സ്ഥാപിക്കും വരെ, ഈ ലോകം മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന സ്വർഗമാവും വരെ നിങ്ങൾക്ക് വിശ്രമമില്ല എന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. ആരാം ഹരാം ഹേ എന്ന് ബാബയുടെ മഹാവാക്യത്തിൽ കേൾക്കാറുണ്ട്. അത്തരത്തിൽ തൻ്റെ ജീവിതത്തിനെ ഒരു വർഷിപ്പാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ഏത് ലക്ഷ്യമാണോ, ആ പ്രകാശ്മണി ദാദിയാണ് ബാബയുടെ കാലശേഷം യജ്ഞത്തിൻ്റെ ആദ്യത്തെ ബാബ കയ്യിൽ കൈ കൊടുത്തുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ശക്തിയും ഗുണങ്ങളും നിറച്ചു കൊടുത്ത് ദാദിയുടെ അണ്ടറിലാണ് ഈ വിശ്വവിദ്യാലയം 137 രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ആ അക്ഷീണമായിരിക്കുന്ന സേവ ഇന്ന് വിശ്വവിദ്യാലയത്തിന് ഇത്രയും ഹൈറ്റ്സിൽ കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു ലീഡർ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ. അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത എൻ്റെ ഫേം, എൻ്റെ ഓഫീസ്, എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ്, അതെന്ത് തന്നെയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹൈറ്റ്സിലെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമുണ്ട്, കംഫർട്ട് സോൺ. സുഖത്തിൻ്റെ മേഖലയിൽ നിന്ന് പുറത്തു കിടക്കുക, സ്വസ്ഥതയും വിശ്രമവും, എനിക്ക് കംഫർട്ട് സോൺ വേണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് അവിടെ ക്ലോസ്ഡ് ആണ്, അല്ലാണ്ട് ഓപ്പൺ അല്ല. അതുകൊണ്ട് പരിധികൾക്കപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മുടെ കാലിബറിനെ, നമ്മുടെ സ്കില്ലിനെ, നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം, ആ മാർഗത്തിൽ ഏത് കാര്യങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ലിസ്റ്റ് ചെയ്യുകയും നിരന്തരമായിട്ട് അതിനെ ചെയ്ത് അതിലേറ്റവും ആ ഒരു ഫീൽഡ് നോക്കിയാൽ നിങ്ങളാണ് അതിൽ എക്സ്പേർട്ട് എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ ആ ഒരു ഫീൽഡിലെ ഐക്കണായി മാറും. അഥവാ നിങ്ങളായിരിക്കും എല്ലാവർക്കും മാതൃക, അവിടുത്തെ ഏറ്റവും വിജയിയായിരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് പരിധികളെ പൊട്ടിച്ചേക്കണം. പരിധികൾ പൊട്ടിക്കേണ്ടത് ആദ്യം പുറത്തല്ല, അകത്താണ്. മര്യാദകളിലല്ല, ജീവിതത്തിൽ നമ്മൾ മൂല്യങ്ങളുടെ ആധാരത്തിൽ മുന്നേറുന്ന പരിധികളെയല്ല പൊട്ടിക്കേണ്ടത്, മനസ്സിലെ സങ്കല്പത്തിൻ്റെ പരിധിയെ പൊട്ടിക്കണം, മടിയുടെ പരിധിയെ പൊട്ടിക്കണം, കംഫർട്ട് സോണിൻ്റെ പരിധിയെ പൊട്ടിക്കണം. എന്നിട്ട് നിരന്തരമായിട്ട് പഠിക്കാൻ, നിരന്തരമായി ചെയ്യാൻ, അത് നമ്മളതായിത്തീരാൻ, ആ ഒരു ഫീൽ ഒരാളെ ഓർക്കണോ അത് നിങ്ങളെ ഓർക്കണം, ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യൂ. എങ്കിൽ നമുക്ക് ഏത് ലോകത്തും, ഇനി കൊറോണ വന്ന ലോകമല്ല, എത്ര തന്നെ സംഘർഷം നിറഞ്ഞ ലോകത്തും നിങ്ങൾക്ക് ഒരിക്കലും ചാൻസ് കുറയില്ല. നിങ്ങൾ ഒരിക്കലും
ഒരിക്കലും പിന്തള്ളപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മളെ എക്സ്പേർട്ടാക്കി മാറ്റുക, എന്നിട്ട് നമ്മളെ ലോകത്തിൻ്റെ അവശ്യമാക്കി മാറ്റണം. എങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്നും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവരാകും. അത്തരത്തിൽ എല്ലാ പരിധികൾക്കും ഉപരിയായിട്ട് യാത്ര ചെയ്യാനും അനന്തമായ വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.